ഈ ഒരു സാധനം വെച്ചിട്ടേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ചക്കക്കുരു വട. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം ഞാനൊരു 15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഈ ചക്കക്കുരുവിൻ്റെ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ബ്രൗൺ തൊലി കളയാൻ പോയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ കളയാം. എന്താ വെച്ചാൽ അതിന് ചെറിയൊരു കറട ടേസ്റ്റ് വരും. പക്ഷെ വറുത്ത് കഴിയുമ്പോൾ ഒന്നും അറിയുന്നില്ല. അപ്പം ഞാനതിനെ നല്ലോണം മിക്സിയിലിട്ടിട്ട് പൊടിച്ചു. നന്നായി പൊടിയും കേട്ടോ. ഒന്ന് വേണമെങ്കിൽ ഓരോ ചക്കക്കുരുവിനെയും രണ്ടാക്കാം, അല്ലെങ്കിൽ ഒന്നൊന്ന് വെറുതെ ചതയ്ക്കാം, എന്നിട്ടിടാം. മിക്സിയുടെ ബ്ലേഡ് പെട്ടെന്ന് അങ്ങനെ തിരിയുമ്പോൾ വല്ല പ്രശ്നം വരാതെ. ഞാൻ എല്ലാറ്റിനും ഒന്ന് ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണം അറിയോ? ഒരു വലിയ ഉള്ളി, മീഡിയം സൈസാണ്. നല്ലോണം അതിനെ സ്ലൈസ് ചെയ്യുക. ഇങ്ങനെ പൊടിയായി മുറിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇതിനെ സ്ലൈസ് ചെയ്തിട്ട് നിറയെ എമൗണ്ട് കാണും. ഒരു വലിയ ഉള്ളി തന്നെ എടുത്തോളൂ. വേണമെങ്കിൽ ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ അതിലേക്ക് ഇടുക. ഇപ്പോൾ വലിയ ഉള്ളി നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ അങ്ങനെ ഒരു ഉള്ളിയുടെ ഇതാണ് കാണിക്കണേ. ഇങ്ങനെ ഒരു ഉള്ളിയുടെ പകുതിയാണ് എടുത്തിരിക്കണേ. അത് ഏകദേശം ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഉണ്ടാവുക. പിന്നെ ചേർത്തിരിക്കുന്നത് ഇഞ്ചി ഒരു വലിയ ഒരു 1 ഇഞ്ച് കഷ്ണത്തിന് ഞാൻ നല്ലോണം പൊടിയായി നറുക്കിയിട്ട് ഇട്ടിരിക്കണേ. കൂടെ തന്നെ കുറച്ച് മുളക് പൊടി, ഒരുപാട് എരിവ് വേണ്ട എന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. കൂടെ തന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മസാല ഓർ മീറ്റ് മസാല. പക്ഷേ നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്യാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ അറിയോ? നിറയെ കുറച്ച് കറിവേപ്പില എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ളത് അത്ര ആഡ് ചെയ്തിരിക്കുകയാണ്. നല്ല കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഇട്ടിട്ട് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളതിനെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴയ്ക്കുക. നന്നായിട്ടൊന്ന് കുഴയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേരണമല്ലോ. ആ ഉള്ളിയുടെ നീരും കറിവേപ്പിലയും പിന്നെ മുളക് പൊടിയും മീറ്റ് മസാലയും എല്ലാം കൂടി നന്നായി ഒന്ന് ചേർന്നോട്ടെ. അതിനുശേഷം അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 2 ടീസ്പൂൺ മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ. നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കടലമാവ് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആഡ് ചെയ്തതാണ് അരിപ്പൊടി മസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. നല്ല ക്രിസ്പിനെസ് കിട്ടും. ഇതില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ. എന്നിട്ട് ഞാൻ വേണ്ടത്ര വെള്ളം ഒഴിക്കുക. വെള്ളം വളരെ കുറച്ച് ആഡ് ചെയ്ത് നോക്കണം. ആ ഉള്ളിയുടെ നമ്മുടെ ആ ഉള്ളി നീരിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് വരണം. കടലമാവ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി പക്ഷേ എന്തായാലും മസ്റ്റാണ്. കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ്, മൈദ കുറച്ചുകൂടി ആഡ് ചെയ്താൽ കുറച്ച് ക്രിസ്പിനെസ് കിട്ടും. ഇപ്പം ഞാൻ എണ്ണ വെച്ചു. ഇനി എണ്ണയിലേക്ക് ഇത് വട എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മളതിനെ ഒന്ന് തട്ടിയിടാം. ഈ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുമാതിരി. മറ്റേ വടയായിട്ട് തട്ടുമ്പോൾ നല്ലോണം കുറച്ച് കട്ടി കൂടും. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കിയിട്ടിടുക, ചെറിയ വടയുടെ ഷേപ്പിൽ. പക്ഷെ കുറച്ച് ഘനം കുറയ്ക്കണം. ഘനം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിനെ മെല്ലെ ഓരോന്നായിട്ട് ഇട്ട് നോക്കുക. ഇത് ചെയ്യാൻ ഒരു പണിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ കഴുകുക, അതിൻ്റെ മേലത്തെ സ്കിൻ കളയുക. പിന്നെ നേരമുള്ളവർക്ക് ബ്രൗൺ തൊലി കളയാം. പക്ഷെ ഞാനത് കളയാണ്ടാണ് ചെയ്തത്. പക്ഷെ ഒരു ടേസ്റ്റ് കേടുമില്ല, വളരെ നന്നായിരിക്കുന്നുണ്ട്. ഞാൻ ആ കുഴച്ച മാവിനെ തിന്ന് നോക്കിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു കറട ടേസ്റ്റ് വന്നു. പക്ഷെ വറുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ യാതൊന്നുമില്ല. വളരെ നന്നായിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മല്ലിയില നല്ലോണം ആഡ് ചെയ്യാം കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. പക്ഷെ ഞാൻ മല്ലിയില ആഡ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നന്നായിട്ടുണ്ട്. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഏ നിങ്ങൾക്ക് ഇപ്പം ചക്കയൊക്കെ നല്ലോണമുള്ള അവസ്ഥയ്ക്ക് ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ടുണ്ടാവും. ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് വടയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടോ, അത് ഞാനിങ്ങനെ കാണിക്കുന്നത് എന്തിനാ അറിയുമോ? നല്ല ക്രിസ്പിനെസ് ഉണ്ട്. നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമ്മൾ വായിലിടുമ്പോൾ ഇതെങ്ങനെ ഈ ക്രിസ്പിനെസ് വന്ന്, അരിപ്പൊടി കൊണ്ട് ക്രിസ്പിനെസ് വരും, പക്ഷെ അത് മാത്രം കൊണ്ടല്ല, ചക്കക്കുരുവിൻ്റെ ക്രിസ്പിനെസ് ഉണ്ട് അതിന് കേട്ടോ. ഞാനിപ്പോൾ അത് കഴിച്ചു നോക്കി, നല്ലോണം നമുക്കതൊരു എന്താ പറയുക, നമുക്ക് അതിനെ നിർത്താൻ പറ്റുന്നില്ല തിന്നുന്നത് കേട്ടോ. പിന്നെ ചൂടോടും കൂടി ആണെങ്കിൽ അത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റാണ് ഞാൻ പറയണം കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ബൈ.